ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സഖ്യസാധ്യത തേടി കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും. ഇരു കക്ഷികളും ചർച്ച പുനരാരംഭിച്ചു. 10 സീറ്റുകളാണ് ആം ആദ്മി പാർട്ടി ആവശ്യപ്പെടുന്നത്. അതിനിടെ ജൂലാന മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് പ്രചാരണം തുടങ്ങി. വിനീത വി ജി ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിനീത, വീണ്ടും ഈ ആപ്പുമായുള്ള സഖ്യസാധ്യത ഉണ്ടാവുകയാണോ? എന്തൊക്കെയാണ് കൂടിയാലോചനകളുടെ പുരോഗതി? വേണു, ഈ സഖ്യ സാധ്യതകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 10 സീറ്റുകളാണ്, അതായത് പഞ്ചാബ് അതിർത്തിയിൽ ഉൾപ്പെടെയുള്ള 10 സീറ്റുകളാണ് ആം ആദ്മി ആവശ്യപ്പെട്ടിട്ടുള്ളത്. പക്ഷേ 7 മുതൽ 5 സീറ്റുകൾ വരെ നൽകാമെന്നൊരു നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ 10 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടിയും നിൽക്കുന്നത്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകളാണ് ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഒറ്റയ്ക്ക് മത്സരിക്കാനായിരുന്നു ആം ആദ്മി പാർട്ടി ഹരിയാനയിൽ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ ആം ആദ്മി പാർട്ടിയുമായുള്ള ഒരു സഖ്യധാരണ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയാണ് അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്നാണ് ആം ആദ്മി പാർട്ടി നേതാക്കളുമായി കോൺഗ്രസ് നേതാക്കൾ ചർച്ച ആരംഭിച്ചത്. പക്ഷെ ആദ്യഘട്ടത്തിൽ തന്നെ ആ ചർച്ചയിൽ ഒരു തീരുമാനമുണ്ടായിരുന്നില്ല. തുടർന്ന് ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ പോകുന്നുവെന്നും 50 മണ്ഡലങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ആം ആദ്മി പാർട്ടി നേതാക്കൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഈ സഖ്യ സാധ്യതകൾ കൂടി തേടുന്നത്. ഇപ്പോൾ നേതാക്കൾ തമ്മിൽ ആ ചർച്ച പുരോഗമിക്കുകയാണ്. ഈ ചർച്ചയിൽ കാര്യമായിട്ടുള്ളൊരു തീരുമാനം ഉണ്ടായില്ല എങ്കിൽ ഒരുപക്ഷെ 1-2 ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടിയും തീരുമാനിച്ചിരിക്കുന്നത്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. ശരി, വിനീത വിജയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.